തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ വിട്ടുപോയ ഒരു വ്യക്തിയുണ്ട്. കോട്ടയത്ത് നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് 35,986 വോട്ടിന് തോറ്റു തുന്നം പാറിയ പിണറായി വിജയന്റെ ഒന്നാന്തരം ക്രിമിനൽ ക്രിമികീടം എന്ന് തന്നെ പറയണം. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ. മലപ്പുറത്തെ പെൺകുട്ടികളുടെ തട്ടമഴിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച അനിൽകുമാർ അല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? മലപ്പുറത്തെ പെൺകുട്ടികളുടെ തട്ടമഴിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച അനിൽകുമാർ, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ. ചാനൽ ചർച്ചകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഈ നേതാവ് മലപ്പുറത്തെ പെൺകുട്ടികളുടെ തട്ടമഴിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട വ്യക്തിയാണ്. ആ വ്യക്തി കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് 35,986 വോട്ടിനാണ് പൊട്ടിയത് എന്ന് പറഞ്ഞാൽ 8 നിലയിൽ പൊട്ടി എന്ന് പറഞ്ഞാൽ 8 നിലയിൽ പൊട്ടി. സഖാവ്, ക്രിമികീടം സഖാവ് 8 നിലയിൽ പൊട്ടി അല്ലേ? വെള്ളാപ്പള്ളി നടേശന്, സംഘപരിവാർ ഹാൻഡിലുകള്, പിണറായി വിജയന്, വിജയരാഘവന് ഒക്കെ മലപ്പുറത്തെ ഉള്ളടക്കം വർഗീയതയാക്കുവാനും മലപ്പുറത്തെ അധിക്ഷേപിക്കുവാനും മലപ്പുറത്തെ ജനങ്ങളെയും മലപ്പുറത്തെ ആളുകളെയും ഒക്കെ വല്ലാതെ അങ്ങ് ചാപ്പ കുത്തുവാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ആ ആളുകൾക്കെല്ലാം കൊടി പിടിക്കുന്ന ഒരു ക്രിമികീടമായിരുന്നു ഈ ക്രിമിനൽ സഖാവ് അനിൽകുമാർ. 8 നിലയിൽ പൊട്ടി കോട്ടയത്തിൻ്റെ മണ്ണിൽ. ആ പരാജയം അറിഞ്ഞപ്പോൾ വലിയ സന്തോഷമായിരുന്നു. നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഇച്ചിരി വൈകിപ്പോയി, വിട്ടുപോയതാ സംഭവം. ഇന്നിങ്ങനെ നോക്കുമ്പോഴാണ് അത് കണ്ടത്. അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കണമല്ലോ അല്ലേ? മുസ്ലിം ലീഗ് മലപ്പുറത്തിൻ്റെ മണ്ണ് തുടച്ചു നീക്കി. മുസ്ലിം ലീഗ് 16-ൽ 16 UDF അങ്ങ് തൂക്കിയെടുത്തു. എന്നാലോ ഇത്തരം മലപ്പുറത്തെ പെൺകുട്ടികളുടെ തട്ടമഴിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച സഖാവ് ക്രിമിനൽ അനിൽകുമാറിന് 35,986 വോട്ടിൻ്റെ പരാജയമാണ് കോട്ടയത്തിൻ്റെ മണ്ണ് കനിഞ്ഞു നൽകിയത്. വലിയ സന്തോഷം. മനസ്സിലായില്ലേ? PC ജോർജിനെയൊക്കെ വെല്ലുന്ന രീതിയിലുള്ള ആളാ PC ജോർജ്. സംഘപരിവാറിനൊപ്പം നിന്നുകൊണ്ട് വിദ്വേഷം പറയുന്നു എങ്കിൽ ഈ ക്രിമിനൽ സഖാവ് പിണറായി വിജയന്റെ ക്രിമികീടമായിട്ട് വിഷം തുപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ അല്ലേ? ചാനൽ ചർച്ചകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വലിയ വായൽ വർത്താനവും വീരവാദങ്ങളും വെല്ലുവിളികളും നടത്തുന്ന ക്രിമിനൽ അന്തം കമ്മികളുടെ ക്യാപ്സൂൾ ഫാക്ടറിയുടെ ഉടമയാണ്. നല്ല തോൽവി എന്ന് പറഞ്ഞാൽ എന്ത് രസമായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്താ നടന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല നടന്നിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 35,986 വോട്ടുകൾക്ക് പരാജയപ്പെടുക എന്ന് പറയുന്നത് അത് ചില്ലറ തോൽവിയൊന്നുമല്ല അല്ലേ? ചില്ലറ തോൽവിയാണോ? അല്ല, അത് നല്ല ഇരുത്തം വന്ന തോൽവിയാ. ആ വർഗീയവാദി, ആ വിഷജന്തു തോറ്റതിൽ വലിയ സന്തോഷം അല്ലേ? നമ്മൾ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷനൊക്കെ വന്നപ്പോൾ ഈ പറയുന്ന സ്ഥാനാർത്ഥി പട്ടികകൾ വന്നപ്പോൾ ആ സ്ഥാനാർത്ഥി പട്ടിക കണ്ടിട്ട് ചില ആളുകളൊക്കെ വിജയിച്ച് കയറണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ചില ആളുകളൊക്കെ പരാജയപ്പെടണം എന്നുള്ളതും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ പരാജയപ്പെടണം എന്ന് ആഗ്രഹിച്ച ആളുകളിൽ മുൻപന്തിയിലാണ് ഈ പറയുന്ന അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി. എന്ന് പറഞ്ഞാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ലഭിച്ച വോട്ടുകൾ, ആ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ലഭിച്ച വോട്ടുകളുടെ പകുതി പോലും ഈ അനിൽകുമാറിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേടിയ വോട്ട് എന്ന് പറയുന്നത് 68,893 വോട്ടാണ്. എന്നാൽ അനിൽകുമാറിന് ലഭിച്ച വോട്ടോ വെറും 32,907 വോട്ട്. തോൽവി എന്ന് പറഞ്ഞാൽ എമ്മാതിരി തോൽവിയാ നോക്ക് നിങ്ങൾ. ചെറിയ തോൽവിയാണോ? അല്ലല്ലോ. എന്ന് പറഞ്ഞാൽ തിരുവഞ്ചൂരിന് ലഭിച്ച വോട്ടിൻ്റെ ഹാഫ് പോലും ലഭിച്ചിട്ടില്ല എന്നാണ്. ആകെ കോട്ടയം നിയമസഭാ മണ്ഡലത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ലഭിച്ച വോട്ട് 68,893.
അനിൽകുമാറിന് ലഭിച്ചതോ 32,907 വോട്ട്. ലീഡ് ഭൂരിപക്ഷം എന്ന് പറയുന്നത് 35,986 വോട്ടിൻ്റെ ലീഡ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കോട്ടയത്തിൻ്റെ മണ്ണ് സമ്മാനിച്ചു. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയം പറയാം, കക്ഷി രാഷ്ട്രീയവും പറയാം, അതിനപ്പുറത്തേക്ക് വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ, വർഗീയതയുടെ ഒക്കെ കാടുകളുമായിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സമൂഹം അതിനെ വെച്ച് പൊറുപ്പിക്കില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കൃത്യമായിട്ട് ജനം പ്രബുദ്ധരാണ് എന്നുള്ളത് തെളിയിച്ചു കൊണ്ടിരിക്കുക അല്ലേ? ഇപ്പോൾ RSS പിണറായി വിജയൻ്റെ കൈവെള്ളയിൽ വെള്ളാപ്പള്ളി നടേശനെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഇത് ഞങ്ങളുടെ ആയുധമാണ്, ഈ ആയുധത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് എന്ന് പറഞ്ഞപ്പോൾ വിജയൻ ഇങ്ങനെ കുനിഞ്ഞിട്ട് ഓക്കാനിച്ച് നിന്നിട്ട് ശരി യജമാ എന്നാണ് പറഞ്ഞത്. ആ വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയൻ കൊണ്ടു നടക്കുമ്പോൾ ആ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിനെ ഏറ്റുപിടിക്കാനും അതിന് പ്രചരിപ്പിക്കുവാനും ഉള്ള കൃമികീടങ്ങളിൽ ഒന്നായിരുന്നു ഈ അനിൽകുമാർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? RSS വെച്ച് കൊടുത്ത ആയുധമാണ് വെള്ളാപ്പള്ളി നടേശൻ. അവർ ആ സമയത്ത് വെച്ച കണ്ടീഷൻ ഒരു പോറൽ പോലും ഏൽക്കരുത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ വിഷം ഛർദ്ദിച്ചു കൊണ്ടിരുന്നപ്പോൾ അതിനെ ഏറ്റുപിടിച്ച് സമൂഹത്തിൽ വിഷവിത്തുകൾ പാകുക എന്നുള്ള ഒരു പ്രചാരകൻ്റെ വേഷമായിരുന്നു ഈ അനിൽകുമാർ എന്ന് പറയുന്ന ക്രിമിനൽ ക്രിമികീടം സഖാവ് ആ സഖാവിനുണ്ടായിരുന്നത്. അപ്പോൾ ആ സഖാവ് ക്രിമിനൽ ക്രിമികീടം സഖാവ്, ആ സഖാവ് മലപ്പുറത്തെ പെൺകുട്ടികളുടെ തട്ടമഴിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചതായിരുന്നു. അവസാനം കോട്ടയത്തിൻ്റെ മണ്ണ് നൽകിയത് നല്ല ഒന്നാം തരം 8 നിലയിൽ പൊട്ടി സഖാവ്, ക്രിമിനൽ സഖാവ്, ക്രിമികീടം എന്നുള്ളത്. വലിയ സന്തോഷം ഉണ്ടാവില്ലേ? അങ്ങനെയാണല്ലോ ചില ഇത്തരത്തിൽ അതിന് സന്തോഷിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയ. അവിടെ തോൽക്കുമ്പോൾ സന്തോഷിക്കാൻ പാടുണ്ടോ ചോദിച്ചാൽ സന്തോഷിക്കണം. കാരണം ഇത്തരം ക്രിമിനൽ ക്രിമികീടങ്ങളൊന്നും കേരളത്തിൻ്റെ നിയമസഭയിൽ പോയിരിക്കേണ്ടവരല്ല. അതാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഈ ക്രിമികീടങ്ങളൊക്കെ എപ്പോഴും ആ നിയമസഭയ്ക്ക് പുറത്ത് നിൽക്കേണ്ട വ്യക്തികളാണ്. അവരവിടെ തന്നെ നിൽക്കണം എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരം ക്രിമികീടങ്ങൾ നോക്കുമ്പോൾ നല്ല ഒരു സന്തോഷമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവന് ചെയ്യാൻ കുറേ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവർക്ക് എപ്പോഴും ഇവർ നവോത്ഥാനം ഉണ്ടാക്കിയത് അത്രയും സാധാരണക്കാരായ ജനങ്ങളുടെ വിശ്വാസത്തിൽ കൈകടത്തിയിട്ടാണ് അല്ലേ? ഇപ്പം ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് ആചാരങ്ങളൊക്കെ ലംഘിക്കാനുള്ളതാ. അവസാനം അതേ വിജയനും ഈ ക്രിമികീടങ്ങളും കേരളത്തിലെ വീടുകൾ കയറി ഇറങ്ങിയിട്ട് മാപ്പ് പറഞ്ഞു അല്ലേ? അപ്പോൾ ഓരോ ഘട്ടത്തിൽ ഓരോ വിശ്വാസങ്ങളിൽ ഇങ്ങനെ കൈ കടത്തിക്കൊണ്ടിരിക്കുക. അതിനുള്ള കാരണം എന്താണെന്നറിയോ? എന്താ കാരണം? ഈ ബെഡക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. ബെഡക്ക ആക്കിയാലേ സഖാവാകുള്ളൂ, ബെഡക്ക ആക്കണം എന്നാലേ തനിക്കാകുള്ളൂ എന്നുള്ള ബോധ്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ ഉള്ളവന് എപ്പോഴും ഒരകൽച്ച പാലിക്കും. അതില്ലാത്തവൻ നിരന്തരമായിട്ട്. അപ്പോൾ ഈ ബെഡക്കാക്കി തനിക്കാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇവർ പലപ്പോഴും വിശ്വാസങ്ങളിൽ കൈകടത്തിക്കൊണ്ടിരുന്നത്. മനസ്സിലായില്ലേ? അതിപ്പോൾ ആരുടെ വിശ്വാസമാണെങ്കിലും ആരുടെ ആചാരങ്ങളാണെങ്കിലും ഇതിലൊക്കെ കൈകടത്തിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഫലമായിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ വർഗീയ വിശ്വജന്തുവൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് കാണുമ്പോൾ അതും ഒരു വലിയ തോൽവി, ചില്ലറ തോൽവിയൊന്നുമല്ല, വലിയ കടുത്ത മത്സരം കാഴ്ചവെച്ചിട്ട് പോരാടി തൂക്കുക അങ്ങനെയൊന്നുമില്ല. നിങ്ങളൊക്കെ എന്ത് പോരാട്ടം! എതിർ സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ലഭിച്ച വോട്ടിൻ്റെ പകുതി പോലും ഈ ക്രിമികീടത്തിന് ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം അസല് തോൽവി.
പൊരുതി പോരാടി എന്നൊന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള നല്ല ഒന്നാം തരം തോൽവി. അങ്ങനെ തോൽക്കുമ്പോൾ അത് വലിയ സന്തോഷമാണ്. മനസ്സിലായില്ലേ? കാരണം ഇങ്ങനത്തെ കൃമികീടങ്ങൾക്കൊന്നും കേരളത്തിൻ്റെ മണ്ണ് സ്പേസ് നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സന്തോഷത്തിൻ്റെ കാരണമെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരം കൃമികീടങ്ങൾ കൂടി മലപ്പുറത്തിൻ്റെ പെൺകുട്ടികളുടെ തട്ടമഴിപ്പിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട അനിൽകുമാറൊക്കെ 8 നിലയിൽ പൊട്ടി മൂലക്കിരിക്കുന്നത് കാണുമ്പോൾ ഓഫ് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ്. അങ്ങനെ ഉണ്ടല്ലോ ചില ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ അല്ല യൂട്യൂബിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചില സോങ്ങുകൾ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന തരത്തിലുള്ള വലിയ ശാന്തതയൊക്കെ തരുന്ന രീതിയിലുള്ള ചില മ്യൂസിക്കുകൾ, ചില സോങ്ങുകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അല്ലേ? അതുപോലെ ചില തോൽവികൾ അത്തരത്തിലാണ്. നമുക്കിങ്ങനെ വലിയ എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും ഒക്കെ റിലീവ് ആകുന്ന രീതിയിലുള്ള വലിയ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ചില തോൽവികൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു തോൽവിയാണ് ഈ കൃമികീടത്തിൻ്റെ തോൽവി എന്നുള്ളതാണ്.